നഗ്നമായ പറക്കൽ അഥവാ നേക്കഡ് ഫ്ലൈയിങ് എന്താണ്? യാത്രക്കാർ ഇത് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ വിശദാംശങ്ങളും പറയാം. ഇക്കാലത്ത് നേക്കഡ് ഫ്ലൈയിങ്, നഗ്നമായ പറക്കലിൻ്റെ ആവശ്യകത, പ്രവണത വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഇത് സുഖകരവും സ്വതന്ത്രവുമായ യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. യാത്ര ചെയ്യുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നൽകുന്നു. അത് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കുന്നു. എന്നിരുന്നാലും യാത്ര ചെയ്യാൻ വളരെയധികം സമ്മർദ്ദവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്ന അനവധി ആളുകളുണ്ട്. വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുന്നത് മുതൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് വരെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയധികം ബഹളത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. യാത്രാ ലോകത്ത് നഗ്നമായി പറക്കുന്നതിൻ്റെ പ്രവണത വർദ്ധിച്ചു. പേര് കേട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നേക്കാം. എന്നാൽ അതല്ല, വസ്ത്രമില്ലാതെ യാത്ര ചെയ്യുക എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ പ്രവണതയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് അറിയുക. നഗ്നമായി പറക്കുക എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുക എന്നതാണ്. ലഗേജും ഭാരമേറിയ സാധനങ്ങളും ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു കലയാണിത്. ഇതിൽ പോക്കറ്റിൽ എളുപ്പത്തിൽ ഒതുങ്ങാവുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. മൊബൈൽ, ചാർജർ, വാലറ്റ് എന്നിവ പോലെ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് പണം ലാഭിക്കാനും കഴിയും. എവിടെയെങ്കിലും പോകുമ്പോഴെല്ലാം ഭാരമേറെ ലഗേജ് പാക്ക് ചെയ്യുന്ന ശീലം പലർക്കുമുണ്ട്. ഇക്കാരണത്താൽ വിമാനത്താവളത്തിൽ അധിക ചാർജുകൾ നൽകേണ്ടി വരുന്നു. മറുവശത്ത് നഗ്നരായി പറക്കുന്നതിലൂടെ യാത്രക്കാർ അവരുടെ സമയം ലാഭിക്കുകയും ചെയ്യുന്നു. കാരണം നിങ്ങളുടെ കൈവശം ലഗേജ് ഇല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പോലും സമയം പാഴാക്കില്ല. ലഗേജ് നഷ്ടപ്പെടുമോ എന്ന ഭയവും ഉണ്ടാകില്ല. ഇനി നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്നു വരാം: അധികം വസ്ത്രങ്ങളോ പാദരക്ഷകളോ ടോയ്ലറ്ററികളോ ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും? അപ്പോൾ ഈ യാത്രാ പ്രവണത പിന്തുടരുന്നത് കുറഞ്ഞ ലഗേജിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ആളുകളാണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സുഖകരവും സ്വതന്ത്രവുമായ യാത്ര പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്മാർട്ട് പാക്കിംഗ് എങ്ങനെ ചെയ്യാം? ഒരു ബാക്ക് പാക്കിൽ ഒതുങ്ങുന്ന വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുക. സ്മാർട്ട് ടോയ്ലറ്ററികൾ സൂക്ഷിക്കുക. സാങ്കേതിക വിദ്യ കഴിയുന്നത്ര കുറച്ചുപയോഗിക്കുക. ഉദാഹരണത്തിന് മൊബൈൽ, പവർ ബാങ്ക്, ഹെഡ്ഫോണുകൾ എന്നിവ മാത്രം പാക്ക് ചെയ്യുക. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ക്യാമറ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക. ഡിജിറ്റൽ ബോർഡിംഗ് പാസും ഈ ഡോക്യുമെന്റുകളും ഫോണിൽ സൂക്ഷിക്കുക. ഇത് ഹാർഡ് കോപ്പികൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. പാസ്പോർട്ട്, വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ മൊബൈലിൽ സൂക്ഷിക്കുക. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്തത് എളുപ്പമാണ്. ഭാരമേറിയ ലഗേജുകൾ ഇല്ലാത്തതിനാൽ അധികം പണം നൽകേണ്ടി വരുന്നില്ല. വിമാനയാത്രയിൽ ഇവ നഷ്ടപ്പെടുമ്പോഴുള്ള ടെൻഷൻ ഉണ്ടാകുന്നില്ല. ഹോട്ടലിൽ താമസിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ലഗേജ് മോഷ്ടിക്കപ്പെടുമെന്ന ഭയവുമില്ല. നിങ്ങൾക്ക് സുഖത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും യാത്ര ചെയ്യാം.